ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ്. ഈ മാസം ജൂലൈ 27 മുതൽ ശനി ദോഷങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു 7 രാശിക്കാരെ പറ്റിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഈ ശനിദോഷം കൊണ്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ്. ഇതിൽ ഏഴരശനിയും കണ്ടകശനിയും അഷ്ടമശനിയും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനി ദോഷം ഈ മാസത്തോടുകൂടി പൂർണ്ണമായി വിട്ടുമാറുകയാണ്. ഈ ഒരു ശനിയുടെ വക്രഗതി സ്ഥിതി ആരംഭിക്കുന്നത് മുതൽ നിങ്ങളുടെ ജീവിതത്തിലും ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും പൂർണ്ണമായി വിട്ടുമാറും. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. കാരണം അത്രമേൽ ശനിദോഷം ബുദ്ധിമുട്ടിക്കുന്ന ഒരു 7 രാശിക്കാരെ പറ്റിയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു നല്ല സമയം ആരംഭിക്കുവാൻ പോവുകയാണ്. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനും ആയുൾകാരകനും ഒക്കെയായ ഒരു ഗ്രഹമായതുകൊണ്ട് ആ ശനി രാശിയിൽ മോശം അവസ്ഥയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്രമേൽ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ നൽകും. അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും അത് അനുഭവപ്പെടും. എന്നാൽ ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില സൗഭാഗ്യങ്ങൾ, യോഗങ്ങൾ, ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഈ ഒരു സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജനന ജാതകം കൂടി ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാം. കാരണം ജാതകപ്രകാരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദശാകാലം ഇപ്പോൾ നടക്കുന്ന വ്യക്തികളായിരിക്കും. ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക്, അതുപോലെ ശനി ജാതകത്തിൽ ശുഭനായിട്ട് നിൽക്കുന്നവർക്ക്, മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരം നടക്കുന്നവർക്കൊക്കെ ഈ ഒരു വക്രഗതി മാറ്റം വളരെ ശക്തമായിട്ടാണ് നല്ല ഗുണാനുഭവങ്ങൾ നൽകുക. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. രാശിയുടെ ഫലം ഒരു പൊതുഫലമാണ്. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തെപ്പറ്റി വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അവരുടെ ജാതകം കൂടെ പരിശോധിക്കണം. ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഒരു ശനിയുടെ വക്രഗതി ഏറ്റവും ഗുണഫലം നൽകുന്നതെന്ന് നോക്കാം. ഇപ്പോൾ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശനി മീനം രാശിയിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന, പിന്നോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടം. ഏറ്റവും അധികം ഗുണഫലം ലഭിക്കുന്ന ആദ്യ രാശിക്കാർ മേടം രാശിക്കാരാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് അത്രമേൽ വലിയ നേട്ടങ്ങൾ, ഗുണഫലങ്ങളാണ് നൽകുന്നത്. കാരണം മേടം രാശിക്കാരെ സംബന്ധിച്ച് ഏഴരശനി ആരംഭിച്ചിരിക്കുന്ന സമയമാണ്. ഏഴരശനിയിലെ ആദ്യ പാദത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. അതായത് ഏഴരശനിയിൽ ശനി ഇപ്പോൾ 12ാം ഭാവമായ വ്യയസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഒരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് പണം ചിലവഴിച്ചാലും അതൊക്കെ പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകാം. ഒരു ഭൂമി വാങ്ങുന്നതിനോ ഗൃഹം നിർമ്മിക്കുന്നതിനോ ഒക്കെ ഇറങ്ങിത്തിരിച്ചാൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകൾ, പലതും പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. ചെയ്യുന്ന ജോലി, തൊഴിലിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, ചിലർക്ക് പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് ആ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, പുതിയതായി ആരംഭിക്കാനിരുന്ന പല കാര്യങ്ങളും ആരംഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരുപാട് അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിലുണ്ട്. സാമ്പത്തികമായിട്ട് വളരെയധികം പെട്ടെന്ന് പിന്നോക്കം വന്ന ഒരവസ്ഥയുണ്ട്. പലരെയും സംബന്ധിച്ച് ഒരുപാട് അലച്ചിലുകളും പരിശ്രമങ്ങളും മാത്രമാണ് മുന്നിലുള്ളത്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും പരിശ്രമത്തിനൊത്തൊരു ഫലം ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, ചിലരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ആശുപത്രി വാസങ്ങൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏഴരശനി ആരംഭിച്ച കാലം മുതൽ മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ കടന്നു പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതിയോടുകൂടി നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. ആശുപത്രിവാസം, രോഗദുരിതങ്ങൾക്ക് വേണ്ടിയുള്ള ആ പണം ചിലവഴിക്കൽ വിട്ടുമാറുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുവാനുള്ള പണം കൈകളിൽ വന്നു ചേരും. ജോലി നഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച്.
അത് വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും സമയം വളരെ വളരെ ഉത്തമമാണ്. പുതിയതായി തൊഴിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിച്ചവർക്ക് അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന ഒരു ഗൃഹനിർമ്മാണമോ ഭൂമി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയമാണ്. ഇത്രയും നാളും നിങ്ങളുടെ കൈകളിൽ വന്നിരുന്ന പണം അതുപോലെ ഒരു ചിലവ് അനുഭവത്തിൽ വന്നിരുന്നു. പലർക്കും ഒരുപാട് കടബാധ്യത, ഏഴരശനി ആരംഭിച്ച സമയം മുതൽ അനാവശ്യ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട്, ബാധ്യതകൾ വന്നു ചേർന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറി നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ഉത്തമമാണ്. ശനി കർമ്മകാരകനും ആയുൾകാരകനുമായതുകൊണ്ട് ശനിയുടെ ദോഷം വിട്ടുമാറുന്ന സമയമാണ് വക്രഗതി എന്ന് പറയുന്നത്. ശനി പിന്നോട്ട് സഞ്ചരിക്കുന്ന കാലം. ഇപ്പോൾ ഏഴര ശനിയിലെ ആ വ്യയസ്ഥാനത്തുള്ള ശനിയുടെ ദോഷങ്ങൾ വിട്ടുമാറി അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി മാറി ജീവിതത്തിലൊരു നല്ല മാറ്റം എല്ലാ തരത്തിലും, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് മേടം രാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള മാനസിക, ശാരീരിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും സ്വന്ത ബന്ധങ്ങളുടെ ഇടയിലും ദാമ്പത്യ ജീവിതത്തിലും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറി ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം കൂടുതൽ കാര്യങ്ങൾ അവരവരെ പറ്റി വ്യക്തമായി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം വളരെ വളരെ അനുകൂലമായി വരികയാണ്. നിങ്ങൾക്ക് ശനി 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് കണ്ടകനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പൊതുവെ ഈ ഒരു ശനി നിങ്ങളുടെ ജീവിതത്തിൽ, ഈ കണ്ടകശനി ആരംഭിച്ച കാലഘട്ടം മുതൽ പലരും തീരെ പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് സാമ്പത്തിക നഷ്ടങ്ങളാണെങ്കിലും, ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ട അനുഭവമോ, അല്ലെങ്കിൽ ജോലിയിൽ പ്രതീക്ഷിച്ച ഒരു ഉയർച്ച ലഭിക്കാത്ത ഒരു സാഹചര്യം, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലൊക്കെ മേലധികാരികളിൽ നിന്നും അതുപോലെ വേണ്ടപ്പെട്ട മറ്റു വ്യക്തികളിൽ നിന്നുമൊക്കെ അനാവശ്യമായിട്ടുള്ള ശത്രുതാപരമായ പെരുമാറ്റം, എതിർപ്പുകൾ ഒക്കെ അനുഭവത്തിൽ വരുന്നവരുണ്ട്. ചിലർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പോലും സാധിക്കാത്തൊരവസ്ഥ, ജോലി ഉപേക്ഷിച്ചാലോ എന്നുവരെ ചിന്തിക്കുന്നൊരനുഭവം, അത്രമേൽ മാനസിക പിരിമുറുക്കങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. ചിലർക്ക് അപ്രതീക്ഷിതമായി ആ ജോലി നഷ്ടപ്പെട്ട അനുഭവവും ഈ കണ്ടകശനി നൽകിയിട്ടുണ്ട്. സ്വന്തമായി ഒരു തൊഴിൽ, ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും ഒരുപാട് കടബാധ്യതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളാണ് ഈ ഒരു കണ്ടകശനി നൽകുന്നത്. ഇത് തൊഴിൽ മേഖലയിൽ മാത്രമല്ല, ആരോഗ്യകാര്യങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ച് വണ്ടി വാഹനങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ, ചെറിയ പരിക്കുകളോ, അപകടങ്ങളോ ഒക്കെ ഈ ഒരു കണ്ടകശനി കാലത്ത് സംഭവിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളേറെ വിശ്വസിച്ച് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന പല വ്യക്തികളിൽ നിന്നും പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ലഭിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതൽ. നമ്മൾ കൊടുത്ത പണം തിരികെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തലുകൾ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മിഥുന രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർ അനുഭവിക്കുന്നത്. വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഒരുപാട് താമസം, കാലതാമസം, തടസ്സങ്ങൾ, നിശ്ചയം കഴിഞ്ഞ് വരെ വിവാഹം മുടങ്ങിപ്പോയ അനുഭവം ഈ ഒരു കാലഘട്ടത്തിൽ പലർക്കും ഉണ്ടാകാം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു പ്രശ്നങ്ങൾ ശനി നൽകുന്നുണ്ട്. ഒരു ഭാഗ്യം ഇല്ലാത്തൊരവസ്ഥ, ഇറങ്ങുന്ന ഏത് കാര്യങ്ങൾക്കും അത്രമേൽ കാലതാമസം, ബുദ്ധിമുട്ടുകളൊക്കെയാണ് അനുഭവത്തിലുള്ളത്. മിഥുന രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജൂലൈ 27 ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, നഷ്ടപ്പെട്ട ജോലി തിരികെ ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പല ഭാഗത്തുനിന്നും നിങ്ങൾ നേരിടുന്ന ഒരു ശത്രുതാപരമായ പെരുമാറ്റങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുക, കിട്ടാനുള്ള ആ പണം നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ വരിക, നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം ലഭിക്കുന്ന ഒരനുഭവം, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിട്ടുമാറും. ഈ കഴിഞ്ഞ കണ്ടകശനി കാലഘട്ടത്തിൽ നിങ്ങൾ അപ്രതീക്ഷിതമായി അനുഭവിച്ചിരുന്ന പല ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും, അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയാണെങ്കിലും അതൊക്കെ വിട്ടുമാറി നല്ല ജോലി, നല്ല ആരോഗ്യം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക, അനുയോജ്യമായിട്ടുള്ള വിവാഹ യോഗം ലഭിക്കുക,
അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നത്, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ജൂലൈ 27 മുതൽ സമയം വളരെ വളരെ ഉത്തമമാണ്. വളരെ നല്ല മാറ്റങ്ങൾ ലഭിക്കും. അതുപോലെ ഒരുപാട് നാളുകളായി കാത്തിരുന്ന പ്രൊമോഷൻ, നിങ്ങൾ ഏത് ജോലി ഏത് മേഖലയിലുള്ളവരാണെങ്കിലും കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്ക് തടസ്സപ്പെട്ട് നിന്നിരുന്ന ആ ജോലി ഉയർച്ച, പദവി ഉയർച്ച, പ്രൊമോഷൻ ഇതൊക്കെ ലഭിക്കുക, അതുപോലെ ആഗ്രഹിച്ചിടത്തേക്ക് സ്ഥാനമാറ്റമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ മാറ്റമുണ്ടാകും. ഇനി വ്യക്തിപരമായിട്ട് അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ ലഭിക്കുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് അഷ്ടമശനി എന്ന ശക്തമായ ദോഷത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നമ്മൾ പറയാറില്ലേ, ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയുന്നത് പോലെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുമാണ് ഈ ഒരു അഷ്ടമശനി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ആശുപത്രിവാസങ്ങൾ, വണ്ടി വാഹനങ്ങളിൽ നിന്നുള്ള അപകടം, പെട്ടെന്ന് നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ട അനുഭവം, സാമ്പത്തികമായിട്ട് ഒരു ബാധ്യതകൾ പെട്ടെന്ന് വന്നു ചേരുക, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട, നമ്മൾ അത്രമേൽ സ്നേഹിച്ചിരുന്ന പല വ്യക്തികളുമായിട്ടൊരു അകൽച്ച ഉണ്ടാകുന്നൊരു സമയം, അതുപോലെ നമുക്ക് അത്ര വേണ്ടപ്പെട്ട ചില വ്യക്തികൾ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ വേർപിരിഞ്ഞു പോയിട്ടുള്ള അനുഭവങ്ങൾ, അങ്ങനെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടും ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ചും ഈ ഒരു അഷ്ടമശനി ദോഷം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ അഷ്ടമശനി ദോഷം അനുഭവത്തിൽ വരാതെ നല്ല രീതിയിൽ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ മുന്നോട്ട് പോകുന്നു എങ്കിൽ അതിനർത്ഥം അവരവരുടെ ജനന ജാതക പ്രകാരം അത്രമേൽ ശുഭനായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാത്ത എല്ലാ വ്യക്തികളെയും സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു അഷ്ടമശനി നൽകുന്നത്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, ചിലരെ സംബന്ധിച്ച് ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്ന് കാണാം. അതുപോലെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും കേസ്, വഴക്കുകളിൽ ഉൾപ്പെടുന്ന ഒരു അനുഭവം പലർക്കും ഉണ്ടാകാം. അനാവശ്യമായിട്ട് സ്വന്തം ബന്ധങ്ങളിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നുമൊക്കെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം, ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി അഷ്ടമശനി നൽകുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ചിങ്ങം രാശിക്കാർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ, വിവാഹം കഴിഞ്ഞ് ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളെങ്കിൽ പോലും പലരുടെയും ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, രണ്ടുപേരും പല പല കാരണങ്ങൾ കൊണ്ട് രണ്ടിടങ്ങളിലായി മാറി താമസിക്കേണ്ട ഒരവസ്ഥ, ഒരനുഭവം, ചിലരെ സംബന്ധിച്ചൊരു വേർപിരിയലിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു അഷ്ടമശനിയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നൽകുന്നത്. നിങ്ങൾക്ക് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ജൂലൈ 27 മുതൽ നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവിധ മാറ്റങ്ങളും ഉണ്ടാകും. ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറും. ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങളും, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും, കേസ് വഴക്കിൽ നിന്ന് മോചനവും, അതുപോലെ നിങ്ങൾ ഈ കഴിഞ്ഞ അഷ്ടമശനി കാലം ആരംഭിച്ചപ്പോൾ മുതൽ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചിരുന്നെങ്കിൽ അതിനൊക്കെ വിപരീത ഫലം, അപ്രതീക്ഷിതമായി പലതരത്തിലുള്ള നന്മകൾ, ഉയർച്ചകളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്കൊരു നല്ല മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു മാറ്റം ജീവിതത്തിൽ ലഭിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ളൊരു പണം കൈകളിൽ വന്നു ചേരുക, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്നൊരു മുക്തിയാണ് വക്രഗതി കാലഘട്ടം നൽകുന്നത്. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മറ്റ് കാര്യകാരണങ്ങൾ കൊണ്ട് രണ്ടിടങ്ങളിലായി കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ലഭിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കും. അഷ്ടമശനി വിട്ടുമാറുന്നതോടുകൂടി വളരെ വലിയ ഒരു ദോഷം മൂടിക്കെട്ടിയിരുന്ന ജീവിതത്തിൽ, നിങ്ങളെ മൂടിക്കെട്ടിയിരുന്ന ആ മഴയ്ക്ക് മുൻപുള്ള കാർമേഘം പോലെയുള്ള എല്ലാം വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം, തെളിച്ചം, ഒരു വെളിച്ചം ലഭിക്കുന്ന സമയം. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ, നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം, ഗുണഫലം, നന്മകൾ ഈ ഒരു
ശനിയുടെ വക്രഗതി കാലഘട്ടം നൽകും. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി, മുന്നോട്ടുള്ള ജീവിതം, ഭാവി, ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകവും കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് ശനി കണ്ടകൻ്റെ രൂപത്തിൽ കണ്ടകശനിയായി 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഈ ഒരു കണ്ടകശനി ദോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർ മാത്രമാണ്. അപ്പോൾ പൊതുവെ ഈ ഒരു കണ്ടകശനി നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം പലർക്കും വളരെ കുറവായിട്ട് ലഭിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതിനൊരുപാട് കാലതാമസം അനുഭവത്തിൽ വരിക, അനാവശ്യ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, വളരെ നിഷ്പ്രയാസം സാധിച്ചു വരേണ്ട കാര്യങ്ങൾക്ക് പോലും പല പ്രാവശ്യം കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് കന്നിരാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഉള്ളത്. അത് അവരവരുടെ ജോലി സംബന്ധിച്ചൊരു പുതിയ ജോലി പ്രവേശിക്കുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഭൂമി സംബന്ധിച്ച കാര്യങ്ങളോ, ഒരു വീട് നിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ചാലോ, വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കോ എല്ലാം ഈ കാലതാമസങ്ങൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളുണ്ട്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട സ്വത്തുവകകൾ പലർക്കും ലഭിക്കാതെ അത് പലതരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. അതുപോലെ ആഗ്രഹിച്ചൊരു ഭൂമി വാങ്ങി ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അതിന് ഒരുപാട് പ്രതിസന്ധികൾ ഈ ഒരു സമയത്ത് കന്നിരാശിയിൽപ്പെട്ട പല വ്യക്തികളും അനുഭവിക്കുന്നു. യാത്രാക്ലേശങ്ങൾ, യാത്രാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതീക്ഷിച്ച സമയത്ത് ഇപ്പോൾ ഒരു ജോലിക്ക്, ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച സമയത്ത് ആ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ വിദേശത്ത് നിന്നൊക്കെ ഒരു അവധിക്കൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം പെട്ടെന്ന് ആ ജോലിയിലേക്ക് തിരിച്ച് കയറാൻ പറ്റാത്ത അവസ്ഥയും കന്നിരാശിയിൽപ്പെട്ട പലർക്കുമുണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊക്കെ ജോലി ഇല്ലാതിരിക്കേണ്ട അവസ്ഥ, ഇങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് കന്നിരാശിയിൽപ്പെട്ടവർ. അതുപോലെ തന്നെ പ്രധാനമായും കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ, അവരുടെ ഉയർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ, കുട്ടികളുടെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പല തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിലുണ്ട്. വിവാഹം കഴിഞ്ഞ് ഏറെ കാലങ്ങളായിട്ടൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി ചികിത്സകൾ നടത്തി വരുന്നവരും ഇപ്പോൾ കന്നിരാശിയിൽ വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും ശനിയുടെ വക്രഗതി കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ വിട്ടുമാറും. നിങ്ങളൊരു പുതിയ ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ മാറ്റമുണ്ടാകും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ധനവരവ്, ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഉയർച്ച ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും. പൂർവികമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരുന്നതാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന, പകുതി വഴിയിൽ മുടങ്ങി നിന്നു പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. അതൊരു ഗൃഹനിർമ്മാണമാണെങ്കിലും വിദേശ ജോലിക്കുള്ള പരിശ്രമങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾക്കത് നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. പലർക്കും പുതിയ ഒരു ജോലി, പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുക, അതുപോലെ നടത്തി വരുന്ന പല ബിസിനസ് സംരംഭങ്ങളും നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന അനുഭവമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് ആ ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊക്കെ മാറ്റമുണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു സുഖം, സമാധാനമൊക്കെ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം, ഉപരിപഠനം, വിദേശ പഠനം, വിദേശ ജോലി, അതുപോലെ അവർക്ക് നല്ല മംഗല്യഭാഗ്യമൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിവാഹ യോഗമുണ്ട്. ഒരുപാട് നാളുകളായി ഒരു സന്താന ഭാഗ്യത്തിനൊക്കെ ചികിത്സ നടത്തി വരുന്നവർക്ക് ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം സന്താന ഭാഗ്യം കൂടി നൽകുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ഒരു കണ്ടകശനി ദോഷം ജൂലൈ 27 മുതൽ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും പലതരത്തിലുള്ള ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ, നന്മകളാണ് ലഭിക്കുന്നത്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. കന്നിരാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും കുടുംബത്തിൽ, അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, ദാമ്പത്യ ജീവിതത്തിൽ, ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ അനുഭവിച്ചിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ആശ്വാസം, ഒരു സമാധാനം, സുഖം, സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ മുന്നോട്ട് ലഭിക്കും. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ശനി 4-ാം ഭാവത്തിൽ അർദ്ധാഷ്ടമ ശനിയായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയമാണ്. അതായത്
അഷ്ടമത്തിൻ്റെ പകുതി ദോഷം, അതാണ് അർദ്ധാഷ്ടമശനി എന്ന് പറയുന്നത്. പൊതുവെ ധനുരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി മനസ്സിന് യാതൊരു സുഖം, സമാധാനം, സ്വസ്ഥത ലഭിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. മനസ്സിനെ അലട്ടുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന പല പ്രശ്നങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കാം. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നൊരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ട് വന്നു, നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ച് ആ പ്രശ്നം വിട്ടുമാറുന്നു എന്ന ഒരവസ്ഥ വരുമ്പോൾ മറ്റൊരു പ്രശ്നം ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് വരാം. അത് സാമ്പത്തികമാകാം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാകാം, ജോലി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ, സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും ഒക്കെ ഉള്ള പ്രശ്നങ്ങളാകാം. ഏതാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഒരു സമാധാനം, സുഖം, സന്തോഷമില്ല എന്ന് പറയുന്നതാണ് സത്യം. പലർക്കും ഒരു ആത്മവിശ്വാസമില്ലാത്ത ഒരവസ്ഥ, ഒരു മനോധൈര്യക്കുറവൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ അനുഭവത്തിലുണ്ട്. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായിട്ട് പോകുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. കുടുംബത്തിൽ അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, നിങ്ങളൊരു നല്ല വാക്ക് പറഞ്ഞാൽ പോലും മറ്റുള്ളവർ അത് നെഗറ്റീവായിട്ടെടുത്ത് അനാവശ്യ ശത്രുതയോ അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്ക് തർക്കങ്ങളോ വഴക്കുകളൊക്കെ കുടുംബത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ ഒരു പതിവായി വരുന്ന അവസ്ഥയൊക്കെ പലരെയും സംബന്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിട്ടുമാറി നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം, സുഖം, സന്തോഷം നൽകുന്ന അനുഭവം വക്രഗതി കാലഘട്ടം ജീവിതത്തിൽ നൽകും. നിങ്ങൾക്കൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിന് ഒരടിത്തറ നൽകുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ലഭിക്കുക. എത്ര ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന ധനുരാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ മുൻപിൽ പുതിയൊരു വഴി, ഒരു മാർഗം ഈ ജൂലൈ 27 മുതൽ തെളിഞ്ഞു കിട്ടും. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടും. ജീവിതത്തിലൊരു നല്ല മാറ്റം വന്നു ചേരുന്നതാണ്. അതുപോലെ സഹോദരങ്ങളുമായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചകളോ ഒക്കെ അനുഭവത്തിലുള്ള വ്യക്തികളാണെങ്കിൽ ആ സഹോദരങ്ങളുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായി വിട്ടുമാറി സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സ്നേഹം, ഒരു നല്ല ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതുപോലെ നിങ്ങളാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും പല നല്ല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്തു നൽകുവാൻ സാധിക്കുന്നതുമാണ്. കുടുംബത്തിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു മനസ്സമാധാനക്കേട് വിട്ടുമാറി കുടുംബത്തിലൊരു സമാധാനം, സുഖം, സന്തോഷമുണ്ടാകും. ശനിയുടെ വക്രഗതി കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല മംഗളകാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നടക്കും എന്നുള്ളതാണ്. വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഗൃഹപ്രവേശം പോലെയുള്ള കാര്യങ്ങൾ, സ്വന്തം ബന്ധങ്ങളുമായുള്ള കൂടിച്ചേരുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. എത്ര ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിന് ഈശ്വരനൊരു മാറ്റം നൽകും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളൊരു പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. അതുപോലെ മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് ഒരു ഈശ്വരാനുഗ്രഹവും പലതരത്തിലുള്ള നന്മകളും ലഭിക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ആകുലതപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടു കിട്ടും. അതുപോലെ ഗൃഹം സംബന്ധിച്ച് പലരെയും സംബന്ധിച്ച് ഒരു വാടക ഭവനത്തിൽ നിന്ന് ഒരു പുതിയ ഗൃഹത്തിലേക്ക് മാറുവാനുള്ള യോഗം ഈ ഒരു വക്രഗതി കാലഘട്ടം നൽകും. അതുപോലെ ഇപ്പോൾ താമസിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയുവാൻ, പുനർനിർമ്മിക്കുവാനുള്ള യോഗങ്ങളും ധനുരാശിക്കാർക്ക് ഈ ഒരു സമയത്തുണ്ടാകും. ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ഒരു വിവാഹത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ആണെങ്കിലും ആ ഒരു വിവാഹയോഗം, മംഗല്യഭാഗ്യമൊക്കെ നൽകും. എല്ലാ തരത്തിലും വക്രഗതി ഉത്തമമാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ധനുരാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് 7ര ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയില്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അത്രമേൽ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, പ്രതിസന്ധികളാണ് പലരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്നത്. അത് ആരോഗ്യപരമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും എല്ലാ തരത്തിലും ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ ഈ ഒരു പാദശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്തുള്ള വക്രഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലമായിട്ട് അനുഭവിച്ചു വരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മാറ്റമാണ്. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു മാറ്റം, ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് വക്രഗതി കാലഘട്ടം. സാമ്പത്തികമായിട്ട് ഉയർച്ച ലഭിക്കും.
നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം എന്താണോ അതിൽ നിങ്ങൾ ആഗ്രഹിച്ച ഉയർച്ച, ഒരു മാറ്റങ്ങൾ ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. പലർക്കും ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ സ്വന്തമായ ഭൂമി, ഗൃഹത്തിനുള്ള യോഗം, വണ്ടി വാഹന യോഗങ്ങളൊക്കെ കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന കുംഭം രാശിക്കാർക്ക് അത് ലഭിക്കുന്ന സമയം. ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജോലി ലഭിക്കും. ഒരുപാട് ശുഭ ചിലവുകൾ ഈ ഒരു വക്രഗതി കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. ശുഭ ചിലവുകളെന്ന് പറയുന്നത് വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഒരു ഭൂമി വാങ്ങുന്നത് ശുഭച്ചിലവാണ്. ഒരു ഗൃഹനിർമ്മാണം, വീട് നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ശുഭച്ചിലവാണ്. വണ്ടി വാഹന യോഗങ്ങളൊക്കെ, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയം. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു വക്രഗതി കാലഘട്ടം നിങ്ങൾക്ക് നൽകും. ഒരു വിദേശ ജോലിക്കും ഇപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും സമയം വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ജോലി ലഭിക്കുന്ന ഒരു സമയം. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. കഴിഞ്ഞ കുറേ കാലങ്ങളെ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം ലഭിക്കും. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഈ വക്രഗതി കാലഘട്ടം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയവും കൂടിയാണ്. പ്രധാനമായും കടൽ കടന്നു പോകുവാനുള്ള യോഗം ഈ ഒരു സമയം കുംഭം രാശിക്കാർക്കുണ്ടാകും. കുംഭം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു വക്രഗതി കാലഘട്ടത്തിൽ നല്ല ഉയർന്ന ജോലി ലഭിക്കുക, നല്ല വിവാഹം അനുഭവത്തിൽ വരിക, അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുക, അവരുടെ ജീവിതം മെച്ചപ്പെടുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. പൊതുവെ കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് ഈ ഏഴരശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ നടക്കുന്ന ഈ വക്രഗതി അത്രമേൽ അത്യുത്തമമാണെന്ന് പറയാം. എല്ലാ തരത്തിലും മാറ്റങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു മാറ്റങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും നിങ്ങളുടെ തൊഴിൽ മേഖലയിലും ഒക്കെ അനുഭവത്തിൽ വരും. കർമ്മരംഗത്തൊക്കെ വളരെ നല്ല ഉയർച്ചയും മാറ്റങ്ങളും വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായി അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു അവസാനമാണ് ഈ ഒരു ശനിയുടെ വക്രഗതി എന്ന് പറയുന്നത്. ഒരു 6-7 വർഷക്കാലമായി അനുഭവിച്ചു വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിലും മുന്നോട്ട് ഒരു നല്ല കാലം ആരംഭിക്കുന്നു എന്നുള്ളത് ഈ ഒരു വക്രഗതി കാലഘട്ടത്തോടു കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഈ ശനിയുടെ വക്രഗതി അത്യുത്തമമാണ് എന്നൊറ്റ വാക്കിൽ പറയാം. കാരണം നിങ്ങൾക്ക് ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടത്തിൽ കൂടെ അത്രമേൽ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവരാണ് മീനം രാശിയിൽപ്പെട്ട പലരും. ഇനി മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ജീവിതത്തിൽ വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എങ്കിൽ അതിന് അർത്ഥം നിങ്ങളുടെ ജനന ജാതകപ്രകാരം ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി അത്രമേൽ ശക്തനായ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് മാത്രമാണ് ഈ ഒരു ഏഴരശനി ദോഷത്തിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ ഒരു ശനി നിങ്ങളെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നൽകുന്ന ഒന്നാണ്. എത്ര പണം കയ്യിൽ വന്നാലും നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യത്തിന് സാധിക്കുന്നില്ല. വരവിൽ കൂടുതൽ ചിലവ് അനുഭവത്തിൽ വരുന്ന സമയം. മീനം രാശിയിൽപ്പെട്ട പലർക്കും താങ്ങാവുന്നതിനും കൂടുതൽ ഭാരം തലയിൽ ചുമന്നാൽ മുന്നോട്ട് നടക്കാൻ കഴിയാത്തൊരവസ്ഥ സംഭവിക്കുമെന്ന് പറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ധാരാളമാണ്. അത് സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യതകളാകാം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാകാം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെട്ട ഒരു അനുഭവം കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചെയ്യുന്ന ജോലി, തൊഴിൽ, ബിസിനസ്സിലൊക്കെ അനുഭവത്തിൽ വന്ന വീഴ്ചകൾ, വളരെ നല്ല നിലയിൽ ജീവിച്ച് വളരെ പെട്ടെന്ന് ജീവിതം വളരെ താഴെത്തട്ടിലേക്ക് എത്തിയ മീനം രാശിയിൽപ്പെട്ട പലരുമുണ്ട്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു വേർപിരിവിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവർ, കുടുംബത്തിലൊരു സമാധാനം, സുഖം, സന്തോഷമില്ലാത്ത അവസ്ഥ, അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും ആ കുട്ടികൾക്ക് ചെയ്തു നൽകാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതരത്തിലാണ് മീനം രാശിക്കാർ ഏഴരശനിയിലെ ജന്മശനിയിൽ കൂടെ കടന്നു പോകുന്നത്. പലർക്കും
ഏറെക്കാലം കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന സ്വന്തം ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ വളരെ വേണ്ടപ്പെട്ട പലരെയും നഷ്ടപ്പെട്ട ഒരു അനുഭവവും, അതുപോലെ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന വ്യക്തികളിൽ നിന്ന് ചതി, വഞ്ചന, ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള അനുഭവത്തിൽ വരിക, നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്ത് സഹായിച്ച പണം നമ്മുടെ ആവശ്യങ്ങൾക്ക് തിരികെ ലഭിക്കാത്ത ഒരവസ്ഥ, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് മീനം രാശിയിൽപ്പെട്ട വ്യക്തികൾ അനുഭവിക്കുന്നത്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അത് പലർക്കും പലതാകാം എന്നുള്ളതേ ഉള്ളൂ. ആരോഗ്യമോ, സാമ്പത്തികമോ, ദാമ്പത്യമോ, കർമ്മ സംബന്ധിച്ചോ, സന്താനപരമായിട്ടോ, ഇങ്ങനെ പല കാര്യകാരണങ്ങളാകാം എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വന്ന് ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. ആ ശനി ദോഷങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുന്നതോടുകൂടി ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, ഉയർച്ചകളാണ് ഓരോ മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും അനുഭവത്തിൽ വരുന്നത്. കർമ്മസംബന്ധമായ ഉയർച്ചയും പുതിയ ജോലി ലഭിക്കുന്ന അനുഭവവും കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും എല്ലാ തരത്തിലും ഒരു മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. വളരെ അധികം ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന ഇനി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്നുള്ള പ്രതിസന്ധിയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. നല്ല മാറ്റം, ഒരു മനസ്സമാധാന സുഖം ലഭിക്കും. നിങ്ങൾക്കും മുന്നോട്ടൊരു നല്ല കാലഘട്ടം, നല്ല ജീവിതമുണ്ട് എന്ന് മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും മനസ്സിലാകുന്ന സമയമാണ് ശനിയുടെ വക്രഗതി നൽകുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.